എല്ലാ മാന്യ പ്രേക്ഷകർക്കും GV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളൊരു ഹോം തിയേറ്റർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റിസീവർ വാങ്ങി, സ്പീക്കേഴ്സൊക്കെ വാങ്ങി. പക്ഷേ ആകെയുള്ള ഒരു കുഴപ്പം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസിന് ഏത് സ്പീക്കർ ലേഔട്ട് വേണം എന്നുള്ളതാണ്. ഇൻസീലിംഗ് സ്പീക്കേഴ്സ് വെക്കണോ അതോ ഓൺ വാൾ വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. പല വീട്ടിലും ഈ ഇൻസീലിംഗ് സ്പീക്കേഴ്സും ഓൺ വാൾ സ്പീക്കേഴ്സും വെക്കൽ പ്രാക്ടിക്കലല്ല. കാരണം ചിലപ്പോൾ നിങ്ങളെ ഒരു വാടക വീട്ടിലായിരിക്കാം താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലാൻഡ് ലോഡ് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ സീലിങ്ങിൽ ഹോളുണ്ടാക്കി സ്പീക്കർ വെക്കുക, ഇത്തരത്തിലുള്ള കലാപരിപാടികളൊന്നും നടക്കാൻ സാധ്യതയില്ല. ഇനി നിങ്ങളുടെ സ്വന്തം വീടാണെങ്കിൽ പോലും തന്നെ ഇൻസീലിംഗിൽ സ്പീക്കേഴ്സ് വെച്ച് ഓൺ വാളിൽ വെക്കുക, അത് ഒരു മേജറായിട്ടുള്ള ഒരു ഫാക്ടറാണ്. വൈഫ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് അതിനോട് താല്പര്യമുള്ള സ്പൗസ് ആണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം അവരാകെ നോക്കുക വീടിൻ്റെ നീറ്റ്നെസ്സും റൂമിൻ്റെ നീറ്റ്നെസ്സും, റൂം എങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, അപ്പം എൻ്റെ റൂമിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാം, ഹൈറ്റ് സ്പീക്കേഴ്സാണ് ഉള്ളത്, ഓൺ വാളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മിക്ക ദിവസവും പഴി കേൾക്കാറുണ്ട്. മീൻസ് റൂമിൻ്റെ കോലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ലൈക്ക് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസീലിംഗ് സ്പീക്കേഴ്സും വെക്കാൻ വയ്യ, ഓൺ വാൾ സ്പീക്കേഴ്സും വെക്കാൻ വയ്യ, ഇത് രണ്ടിൻ്റെ വ്യത്യാസമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്താ പോകും വഴി എന്നുള്ളതാണ്. അവിടെയാണ് ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യം കുറവാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എന്താണ് ഈ ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ്? അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്പീക്കേഴ്സ്, ബുക്ക് ഷെൽഫ് ആവാം, അതല്ലെങ്കിൽ ടവേഴ്സ് ആവാം, ആ എക്സിസ്റ്റിംഗ് സ്പീക്കേഴ്സിൻ്റെ മേലെ ഒരു അഡീഷണൽ സ്പീക്കർ മേലെ വെച്ചിട്ട്, അതായത് ഒരു ചെരുവോട് കൂടിയുള്ള സ്പീക്കർ ആയിരിക്കും മേലെ വെക്കുക. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും, റിയർ ലെഫ്റ്റും റിയർ റൈറ്റും മേലെ ഒരു സ്പീക്കർ, അഡീഷണൽ സ്പീക്കർ ഇങ്ങനെ വെച്ചിട്ട്, അത് ഈ മേലെ വെച്ച സ്പീക്കറിൽ നിന്ന് സൗണ്ട് നേരെ നിങ്ങൾ സീലിങ്ങിലേക്ക് ബൗൺസ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷനിലേക്ക് അറ്റ്മോസ് എഫക്ട്സ് എത്തിക്കുന്ന സംവിധാനമുള്ള സ്പീക്കേഴ്സിനെയാണ് ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. പല ബ്രാൻഡും അവൈലബിൾ ആണ്. കെഫ് ഉണ്ട്, ക്ലിപ്ഷ് ഉണ്ട്, പോൾക്കിൻ്റെ ഉണ്ട്, വോട്ടവേഴ്സ്. അപ്പോൾ ഈ ഒരു സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞ ഈ എസ്തറ്റിക്സ് അതല്ലെങ്കിൽ ചെയ്യാൻ മീൻസ് ഇൻസീലിംഗ് സ്പീക്കേഴ്സും ഓൺ വാൾ സ്പീക്കേഴ്സും ചെയ്യാൻ പറ്റാത്തവർക്കുള്ളൊരു അഡീഷണൽ ഓപ്ഷനാണ് ഈ ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് മീൻസ് അവിടെ എവിടെയും ഹോൾസ് തുളയ്ക്കേണ്ട, മീൻസ് ക്ലാമ്പ് അടിച്ച സ്പീക്കർ വെക്കേണ്ട, കാണാനുള്ള ഭംഗി എന്നുള്ള ഒരു ഫാക്ടർ ഒഴിഞ്ഞു കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് സ്പീക്കർ നോൺ ഡയറക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നിങ്ങളുടെ നേരെയല്ല വരുന്നത്. സൗണ്ട് ഇതിന് ഫയർ ചെയ്തിട്ട് സീലിങ്ങിൽ ബൗൺസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അവിടെ തന്നെ പല ഇഷ്യൂസും ഉണ്ട്. സീലിങ്ങിൻ്റെ ഹൈറ്റ് നമ്പർ 1 ഇഷ്യൂ ആണ്. അതിൽ പറയപ്പെടുന്നത് 8 അടി പിൻസ് ആണ് നിങ്ങളുടെ സീലിങ്ങിന് പക്ക എഫക്റ്റ് ആയിരിക്കും. അതിന് മേലോട്ട് പോകും തോറും എഫക്റ്റ് കുറഞ്ഞു വരും. അതല്ലെങ്കിൽ ഡിഫ്യൂസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഡിലേ വരാം. സൗണ്ട് വരേണ്ട സമയത്ത് വരാതെ ഡിലേ ആയിട്ട് വരുന്ന സമയമാണ്. പിന്നെ അത് മാത്രമല്ല ഒരു ഡിഫ്യൂസ്ഡ് ആയിരിക്കും, എല്ലായിടത്തും പരന്നിട്ടുള്ള സൗണ്ട്, ഒരു കറക്റ്റ് സ്പോട്ടിലേക്ക് ആയിരിക്കില്ല സൗണ്ട് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ മേജർ ഡ്രോബാക്ക് എന്നുള്ളത്, ഈ പെർട്ടിക്കുലർ സ്പീക്കേഴ്സ് ഇങ്ങനെ ഫയർ ചെയ്തിട്ട് സീലിങ്ങിൽ തട്ടി ബൗൺസ് ചെയ്യണമെങ്കിൽ അതിന് ചില ഫ്രീക്വൻസീസ് കൂട്ടി വെക്കണം. ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ഫ്രീക്വൻസി നല്ലോണം ബൂസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിലുള്ള ഡ്രോബാക്ക് കുറേ സിഗ്നൽസ് ലോസ് ആവുന്നുണ്ട്, താഴത്തേക്കുള്ള കുറേ സിഗ്നൽസ് ലോസ് ആവുന്നുണ്ട്. ഓക്കെ, 2 സീറ്റിംഗ് പൊസിഷൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ എഫക്ട്സ് എങ്ങനെ ഏത് രീതിയിൽ വരാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻസീലിംഗ് സ്പീക്കേഴ്സും ഓൺ വാൾ സ്പീക്കേഴ്സും കൊണ്ടുള്ള ഗുണം, അവിടെയും ഇൻസീലിംഗ് സ്പീക്കേഴ്സും ഈ പറഞ്ഞ മാതിരി തന്നെ വല്ലാണ്ട് നിങ്ങളോട് അടുത്തേക്ക് പുള്ള് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഹൈറ്റിൽ നിന്ന് വരേണ്ട സൗണ്ട് നിങ്ങളുടെ തലേൻ്റെ സൈഡിൽ നിന്ന് വരുന്ന, മീൻസ് തല തൊട്ട് മുകളിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് വരുന്ന സൗണ്ട്
തലേൻ്റെ തൊട്ട് മേലെ നിന്ന് വരുന്നതായിട്ടും ഫീൽ ചെയ്യും. ഇതാണ് ഇൻസീലിങ്ങിൻ്റെ പ്രശ്നം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൺ വാൾ ആണ് ഏറ്റവും ബെസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഓറോ 3Dൻ്റെ സ്പീക്കർ ലേഔട്ടാണ് ഏറ്റവും നല്ലത്. കാരണം അത് പിന്നെ ഡയറക്റ്റീവാണ്, ഓൺ ആക്സിസ് ആണ്. കറക്റ്റ് നിങ്ങളുടെ ലിസ്ണിംഗ് പൊസിഷനിലേക്ക്, എൻ്റെ ഇവിടെ കറക്റ്റ് ടോ ചെയ്തിട്ടില്ല, മീൻസ് എൻ്റെ റിയർ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് അറിയാം, പോൾക്കിൻ്റെ കറക്റ്റ് എൻ്റെ ഇയർ ലെവലിലേക്കാണ്. അത് പക്കയാണ്. ആ സൗണ്ട് എഫക്ട്സ് വരുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസിയേഷൻ ഹൈറ്റ് ലെയറും പിന്നെ ബെഡ് ലെയറും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ട് വ്യക്തമാണ്. ഫ്രണ്ട് ഹൈറ്റും സൗണ്ട് കേൾക്കുന്നില്ല എന്നല്ല, പക്ഷേ കുറച്ചൊരു എന്താ പറയുക ക്ലാരിറ്റി അല്ല, ഒരു എന്താ പറയുക ആ ഒരു സ്പോട്ട് ഓൺ എഫക്ട്സ് അല്ല മേലെ നിന്ന് വരുമ്പോൾ. കാരണം ഞാനത് ആംഗിൾ ചെയ്തിട്ട് ശരിക്കും എൻ്റെ ഇയറിംഗ് പൊസിഷനിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു നീറ്റ് ലുക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ക്യാൻ വെരി വെൽ ഗോ വിത്ത് ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ്. പക്ഷേ പക്ക ആയിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ, പിന്നെ അത് മാത്രമല്ല ഇൻസീലിംഗ് സ്പീക്കേഴ്സ് നിങ്ങൾക്കറിയാം പ്രിഫറബിളി ക്യാബിനറ്റ് ഇല്ലാത്ത സ്പീക്കേഴ്സ് ആയിരിക്കും. മീൻസ് ലൈക്ക് ബാക്കിൽ പ്രത്യേകിച്ച് കവറൊന്നും ഇല്ലാത്ത സ്പീക്കേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ മീൻസ് ക്യാബിൻ്റെ ഉള്ളിലുള്ള സ്പീക്കേഴ്സ് ആകുമ്പോൾ കുറേ റെസണൻസും ബേസും കുറേ ആർട്ടിക്കുലേഷനൊക്കെ അതിൽ തന്നെ നടന്നിട്ട് ഒരു എക്സ്ട്രാ എഫക്റ്റ് വരാണ്ട്, അപ്പം ഇൻസീലിംഗ് സ്പീക്കേഴ്സിൽ അത് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഒരു കുറച്ചും കൂടി പെയിലറായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഇൻസീലിംഗ് സ്പീക്കേഴ്സ് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ മാതിരി വേറെ നിവൃത്തി ഇല്ലെങ്കിൽ, ഇനി അത് മാത്രമല്ല ഈ ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ് ഈസ് കോമ്പാറ്റബിൾ ഓൺലി വിത്ത് ഡോൾബി അറ്റ്മോസ് ആൻഡ് DTS:X. ഓറോ 3Dക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ലെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അറിവ്. ഇനിയും പറയാൻ പറ്റില്ല, ഭാവിയിൽ അവർ അതായിട്ട് വന്നേ കൂടാന്നില്ല. കാരണം ഇപ്പം എല്ലാം ഓപ്ഷൻസും കൊടുക്കുന്നുണ്ടല്ലോ, മനസ്സിലായി. അപ്പോൾ ഓറോ 3D ഇതുവരെ അവരുടെ സ്പീക്കർ പ്ലേസ്മെൻറ്റ് കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ ചെയ്യുമോ, ഇനി അതിൽ വല്ല കുറുക്ക് വഴിയും കണ്ടുപിടിച്ച് സൗണ്ട് ഇതേമാതിരി ബൗൺസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഇത് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടെന്നെ അറിയണം. അപ്പോൾ എൻ്റെ കയ്യിൽ ടോർച്ചില്ല, അല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറയാൻ എന്താ ഉദ്ദേശം എന്നുള്ളത് ഞാനത് കാണിച്ച് തന്നേനെ. എനിവേ, അപ്പം ഇത്രയാണ് ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സിനെ കുറിച്ച് ഉള്ള ഒരു പരിമിതമായ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ. ഓക്കെ, അപ്പം ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് കാണാം, ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റാണ്. അപ്പോൾ ഇതൊരു സ്പീക്കറാണെന്ന് വയ്ക്കുക, ഡോൾബി എനേബിൾഡ് സ്പീക്കറാണെന്ന് വയ്ക്കുക. അതിൽ നിന്ന് സൗണ്ട് സീലിങ്ങിൽ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ സീറ്റിംഗ് ഏരിയ അവിടെയാണ്. അപ്പോൾ ഇങ്ങനെ വേണം സൗണ്ട് വരാൻ. ആ സ്പോട്ട് ലൈറ്റ്, ഈ ടോർച്ചിൻ്റെ സെൻറ്ററിലത്തെ ലൈറ്റാണ് കറക്റ്റായിട്ടുള്ള സൗണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡോൾബി എനേബിൾഡ് സ്പീക്കറിൽ നിന്ന് സൗണ്ട് സീലിങ്ങിൽ ബൗൺസ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ സീറ്റിംഗ് ഏരിയ അവിടെയാണ്, ഒരിക്കലും അവിടെ കറക്റ്റായിട്ട് വരില്ല. നേരെ മറിച്ച് ഈ വെളിച്ചം നിങ്ങൾ സീലിങ്ങിൽ നോക്കിയാൽ മതി, ആ സെൻട്രൽ സ്പോട്ടിൽ നിന്ന് എത്രയാണത് ഡിസ്പേഴ്സ് ആയിരിക്കണം നോക്കും. അതുപോലെ ആയിരിക്കും സൗണ്ട് ഡിസ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷനായ ആ ചെയറിലേക്ക് എത്തുക. ഇനി ഇതേ സംഭവം അപ്പുറത്തെ ലെഫ്റ്റ് സ്പീക്കറിൻ്റെ മേലെ ആണെങ്കിലും സംഗതി ഇത് തന്നെയാണ്. ഇനി ഇതും സ്പീക്കർ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഈ ലൈറ്റ്, ഇതിപ്പോൾ സ്പീക്കർ ഇങ്ങനെ നിൽക്കുമോ, ഞാനിതൊന്ന് സ്പീക്കർ ഒന്നും കൂടി ചരിച്ചാൽ ഈ സൗണ്ട് ആണോ അത് അങ്ങോട്ട് പോയി അവിടെ പോയി തട്ടിയിട്ടാണ് നിങ്ങളുടെ ലിസണിങ് പൊസിഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇതേ സെയിം സംഭവം നിങ്ങളുടെ സറൗണ്ട് സ്പീക്കേഴ്സിൻ്റെ മേലെയും ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സ് വെക്കുകയാണെങ്കിൽ, അതിപ്പോൾ സ്പീക്കർ ഇങ്ങനെയാണെങ്കിൽ എവിടെയാവാം, ചിലപ്പോൾ ഇവിടെ ആവാം സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിക്സ്ഡ് സ്പോട്ടില്ല ഇത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ലിസണിങ് പൊസിഷനായ ഇവിടെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അത് കേട്ട് തന്നെ അറിയേണ്ടി വരും. നേരെ മറിച്ച് ഈ എനേബിൾഡ് സ്പീക്കേഴ്സ് അല്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള മാതിരി ഓൺ വാൾ സ്പീക്കേഴ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഓൺ വാൾ സ്പീക്കേഴ്സാണ്, അത് ആംഗിൾ ചെയ്തിട്ടില്ല, ശരി തന്നെയാണ്, അത് നേരെയാണ് ഫയർ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ആംഗിൾ ചെയ്താൽ തന്നെ അത് കറക്റ്റായിട്ട് കണ്ടോ, കറക്റ്റായിട്ട് എൻ്റെ സീറ്റിംഗ് പൊസിഷനിലേക്കാണ് എയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് കൃത്യമായിട്ടും എനിക്ക് തന്നെ എയിം ചെയ്ത് വെച്ചിരിക്കുക, എൻ്റെ ചെവിയിലേക്കാണ് എയിം ചെയ്തിരിക്കുക. ഇതേ സെയിം ലൈൻ തന്നെ ഞാനിപ്പോൾ പിന്നെ ലെഫ്റ്റിലേക്ക് മാറി, ആ ആംഗിൾ ഒരിക്കലും മാറുന്നില്ല.
സൗണ്ട് കൃത്യമായിട്ട് ലിസണിങ് പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. ഇനി എൻ്റെ റിയർ സ്പീക്കേഴ്സിലേക്ക് ഹൈറ്റ് സ്പീക്കേഴ്സ് നോക്കിക്കോളൂ. അത് കറക്റ്റ് താഴോട്ടേക്ക് തന്നെ എയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സൗണ്ട് വരുന്നത് നോക്കിക്കോളൂ. കൃത്യം എൻ്റെ സിറ്റിംഗ് പൊസിഷനിലേക്കാണ്. ഇതേ സെയിം സംഭവം എൻ്റെ ലെഫ്റ്റ് ഹൈറ്റിൽ നിന്നും നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും സൗണ്ട് ഹിറ്റ് ചെയ്യുന്നത് കൃത്യം എൻ്റെ ലിസണിങ് പൊസിഷനിലേക്കാണ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ലൈറ്റ് വെച്ച് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്കിത് കാണാം. ഈ ലൈറ്റ് മേലെ പോയിട്ട് ചെതറുന്ന കണ്ടോ? ആ സെൻറ്ററിലുള്ള സ്പോട്ടാണ് കറക്റ്റായിട്ടുള്ള സൗണ്ട്. ആ സൗണ്ട് ചെതറിയിട്ട് നിങ്ങളുടെ റൂമിൽ എങ്ങനെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് എന്നുള്ളത് അത് അറിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് അല്ലെങ്കിൽ 2 സെറ്റപ്പ്, അതായത് ഓൺ വാൾ സ്പീക്കേഴ്സും പിന്നെ ഈ പറഞ്ഞ ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സും രണ്ടും തമ്മിൽ ഒരേ ട്രാക്ക് പ്ലേ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലുള്ള വ്യത്യാസം കേട്ടറിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം പ്രേക്ഷകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഓൺ ആക്സസ് ആണ് സൗണ്ട്. എല്ലാ സിഗ്നൽസും എല്ലാ ഫ്രീക്വൻസീസും നിങ്ങൾക്ക് നേരെ പോയിൻ്റ് ചെയ്തിരിക്കുന്നു. മറ്റേത് അപ്പ് ഫയർ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസീസ് ചിതറിപ്പോകുന്നു. കറക്റ്റായിട്ടുള്ള സൗണ്ട് എഫക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.